لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും വ്യത്യസ്ത രോഗങ്ങൾ കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ഇന്ന് ദുൽഖഅദ 27 ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മാസം കാണുകയാണ് എങ്കിൽ ദുൽഹിജ്ജ 1 തിങ്കളാഴ്ചയും, എല്ലാ മാസം കാണുന്നില്ല എങ്കിൽ ദുൽഖഅദ 30 പൂർത്തീകരിച്ച് ചൊവ്വാഴ്ചയായിരിക്കും 1 എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരുപാട് പവിത്രതയുള്ള പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ 4 മാസങ്ങളെ പ്രത്യേകമായി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസങ്ങളെ പ്രത്യേകിച്ച് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു 10 ദിവസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഈ 10 ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, മാമിൻ അയ്യാമിൻ, ഒരു ദിവസങ്ങളും ഇല്ല, അഹബ്ബു ഇലല്ലാഹി അൽ അമലു സ്വാലിഹി ഫീഹിന്ന, ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെക്കാൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വേറൊരു ദിവസങ്ങളില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ 10 ദിവസങ്ങളെ പ്രത്യേകമായി കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ 10 ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വേറൊരു ദിവസങ്ങളില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ്, ഈ ദിവസമല്ലാതെ മറ്റു ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താലും ഇതിനേക്കാളും പ്രതിഫലം കിട്ടൂലേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, ഇല്ല സ്വഹാബ, അതുപോലത്തെ പ്രതിഫലം കിട്ടുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. വീണ്ടും സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, രണ്ടാമത്തെ തവണയും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ ദിവസങ്ങളിലല്ലാത്ത മറ്റു ദിവസങ്ങളിൽ യുദ്ധം ചെയ്താലും ഇതിനേക്കാളും പ്രതിഫലം കിട്ടൂലേ എന്ന് രണ്ടാമത്തെ തവണയും സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, ഇല്ല സ്വഹാബ, ഇതുപോലത്തെ പ്രതിഫലം കിട്ടുകയില്ല. കാരണം ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് വല്ലാത്ത പ്രയാസമുള്ള ഒരു കാര്യമാണ്. യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രയാസകരമായ കാര്യമാണ്, അതിലുപരി വല്ലാത്ത പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ജിഹാദിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ഒന്നാമത്തെ തവണയും രണ്ടാമത്തെ തവണയും ചോദിച്ചു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മൂന്നാമത്തെ തവണയും സ്വഹാബത്ത് ചോദിക്കുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഈ ദിവസങ്ങളിലല്ലാതെ വേറൊരു ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താലും ഇതിനേക്കാളും പ്രതിഫലം കിട്ടൂലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിനേക്കാളും പ്രതിഫലം കിട്ടണമെങ്കിൽ ഇല്ലാ മൻ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജിഉ ബിഹിമാ, ഇതിനേക്കാളും പ്രതിഫലം കിട്ടണമെങ്കിൽ ആ യുദ്ധത്തിൽ അവൻ ഷഹീദാവണം, ആ യുദ്ധത്തിൽ അവൻ
അവൻ ഷഹീദായി കഴിഞ്ഞാൽ ഈ ദിവസത്തിനേക്കാളും അതിനിക്ക് മഹത്വമുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരാൻ 1-2 ദിവസങ്ങളാണ് വരുന്നത്. ആ ദുൽഹിജ്ജ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്ന പരമാവധി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അള്ളാഹിന്റെ റസൂലിന്റെ ഒരു പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാമിൻ അയ്യാമിൻ, ഒരു ദിവസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വല്ലാത്ത പവിത്രതയും വല്ലാത്ത ശ്രേഷ്ഠതയും ഒരുപാട് മഹത്വങ്ങളും ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളിൽ പല ആളുകൾക്കും ഒരു ആശങ്കയുണ്ടാകും. അപ്പോൾ റമദാനിലെ അവസാനത്തെ 10 മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട് ആ ദിവസങ്ങളെ കുറിച്ച്. ഒരു പക്ഷേ റമദാനിലെ അവസാനത്തെ 10 രാവുകൾക്ക് വല്ലാത്ത മഹത്വങ്ങളുണ്ട്. പക്ഷേ റമദാനിലെ അവസാനത്തെ 10ന്റെ പകലുണ്ടല്ലോ, അതിനേക്കാളും ശ്രേഷ്ഠത ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10കൾക്കാണ് എന്ന് മുഹദ്ദിസീങ്ങൾ ഇതിനെ വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ പരമാവധി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. ഇത്രത്തോളം ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10കൾക്ക് ഇത്രത്തോളം പ്രതിഫലം കിട്ടാനുള്ള മഹത്വവും ഇത്രത്തോളം കിട്ടാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഈ 10 ദിവസങ്ങളിലാണ് ഹജ്ജും അറഫയും എല്ലാം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അറഫയെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും വരുന്ന വെള്ളിയാഴ്ച നമുക്ക് സംസാരിക്കാം. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മഹത്തുക്കളായ ആളുകൾ ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ ദുൽഹിജ്ജ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ വമൻ തസദ്ദഖ ഫീ ഹാദിഹിൽ അയ്യാമി അലാ മിസ്കീനിൻ, ആരെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും ദരിദ്രരായ ആളുകൾക്ക് ഈ ദിവസങ്ങളിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ആരെങ്കിലും സ്വതഖ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അംബിയാ മുർസലുകൾക്ക് സ്വതഖ കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധപ്പെട്ടവരിലോ ആരെങ്കിലും മരണപ്പെട്ടു പോയതിനു ശേഷം ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഫകഅന്നമാ ശയ്യ ജനാസത ശുഹദാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷികളായ ശുഹദാക്കളായ ആളുകളുണ്ടോ അവരുടെ ജനാസയെ പരിപാലിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഈ 10 ദിനങ്ങളിൽ വമൻ കസാ മുഅ്മിനൻ, ആരെങ്കിലും ഈ 10 ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ ആളുകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കസാ അല്ലാഹു മിൻ ഹുലലിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗീയമായ പട്ടുകളിൽ നിന്ന് ആ മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധരിപ്പിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വമൻ ലതഫ ബിയതീമിൻ, ആരെങ്കിലും ഒരു യതീമായ ഒരു വാപ്പ മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് തലോടിച്ചു കഴിഞ്ഞാൽ, അവരോട് കാരുണ്യത്തിന്റെ നോട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയും തലോടും. എങ്ങനെയാണ് തലോടുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശിന്റെ നിഴൽ ഇട്ടുകൊടുത്തുകൊണ്ട് ആ മനുഷ്യനെ നാളെ റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനിക്ക് നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അംബിയാ മുർസലുകളുടെ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ പ്രതിഫലം പോലത്തെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ നിസാരമായി കാണല്ലേ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ പാവപ്പെട്ട ആളുകളിലേക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ, അതേപോലെ യതീം മക്കളിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ
അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിലേക്ക് നോക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയമാണ്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളില്, അതേപോലെ വീടിന്റെ തൊട്ടടുത്ത്, അതേപോലെ നമ്മുടെ കുടുംബത്തില് ഒരു പക്ഷേ എത്തിയ മക്കൾ ഉണ്ടാവാം, അതേപോലെ മറ്റുള്ള കഷ്ടതയിലും പ്രയാസങ്ങളിലും അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഒരു വീട്ടിൽ ഏകദേശം 3 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 4 വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് എങ്കിൽ വാരിച്ച ഉത്തരവാദിത്വവും വാരിച്ച ചെലവുമാണ് തന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നോട്ട് ബുക്കോ അതുപോലെ മറ്റുള്ള കാര്യങ്ങളോ ബാഗോ വാങ്ങിക്കൊടുത്ത് ഈ ദുൽഹിജ്ജ മാസത്തിൽ പരമാവധി സ്വതഖകള് അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ കൊടുത്ത് അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പാവങ്ങളുടെ കണ്ണീരപ്പാൻ വേണ്ടി ഓരോ ആളുകളും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ദുൽഹിജ്ജ 1 മുതൽ 9 ദിവസം വരെയുള്ള ദിവസങ്ങളിൽ പരമാവധി നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഓരോ നോമ്പിനിക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വർഷം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ അറഫ ദിവസം നോമ്പ് നോറ്റാലോ? അറഫ നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. അറഫ ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ 2 വർഷം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അറവ് കഴിയുന്നത് വരെ അവന്റെ ശരീരത്തിലുള്ള നഖം, മുടി, മറ്റ് സ്വകാര്യ ഭാഗങ്ങളിലുള്ള മുടികളൊക്കെ പരമാവധി അത് ഒഴിവാക്കാതിരിക്കലാണ് സുന്നത്ത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള പല ഉമ്മമാരും സഹോദരിമാരും ഉളുഹിയത്തിൽ ചേർന്ന ആളുകൾ ഉണ്ടാവും. അവരോട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഉണർത്തണം. ദുൽഹിജ്ജ 1 ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച നമ്മുടെ ശരീരത്തിലുള്ള നഖം, മുടി, മറ്റു കാര്യങ്ങളൊക്കെ പരമാവധി നീക്കുക. ദുൽഹിജ്ജ കടന്നു വന്നാൽ അറവ് നടത്തുന്നത് വരെ നമ്മുടെ ശരീരത്തിലുള്ള ഈ നഖം, മുടി കാര്യങ്ങൾ നീക്കാതിരിക്കലാണ് സുന്നത്ത്. ഇനി എന്തെങ്കിലും പ്രയാസകരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, ഉദാഹരണത്തിന് പറയാ, നമ്മുടെ ശരീരം നമുക്ക് എന്ത് ചെയ്തു, ഒരു പല്ലുവേദന വന്നു. ആ പല്ലുവേദന വന്നതിന്റെ പേരിൽ എന്ത് ചെയ്യാ, നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മഹാന്മാർ പറയുന്നുണ്ട്, അതിനൊക്കെ ഉദറുണ്ട്, ആ പല്ല് നീക്കുന്നതിന് ഉദറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ അറിവ് കഴിയുന്നത് വരെ അത് മാറ്റിവെക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫത്വൽ മുഈൻ പോലത്തെ കിതാബുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സുന്നത്തായ കാര്യം കാണാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം സുന്നത്തുണ്ട്. ഈ ദിവസങ്ങളെ കുറിച്ച്, ഈ 10 ദിവസങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്ർ രാവിലോ പകലിലോ അത് ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സുന്നത്താണ്. ആ സുന്നത്ത് നഷ്ടപ്പെടാതെ ഓരോ ആളുകളും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. അതേപോലെ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണല്ലോ. ഈ ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിലും ഉളുഹിയത്ത് മൃഗങ്ങളായ ആട്, മാട്, ഒട്ടകം പോലത്തെ ഈ വസ്തുക്കളെ കാണുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിനെ കാണുമ്പോൾ അതുപോലെ അതിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. നീട്ടി ചെല്ലണം എന്നല്ല പറയുന്നത്, അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് സുകൃതങ്ങളെ കൊണ്ട് ധന്യമാക്കിക്കൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട അമലും അല്ലാഹു ഇഷ്ടപ്പെട്ട കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകളിൽ വരുന്ന പോരായ്മകളും നുഖ്സാനിയത്തുകളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.